പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 5 വ്യാഴാഴ്ച. ഒരാഴ്ച എത്ര വട്ടം തല പോകുന്നത്? അതെ അതെ. അപ്പൊ ഇന്ന് വ്യാഴാഴ്ച, എല്ലാവർക്കും നല്ലൊരു വ്യാഴാഴ്ച, ചിങ്ങമാസത്തിലെ വ്യാഴാഴ്ച നേരുന്നു. നന്നായി നല്ലൊരു ദിവസമായിരിക്കട്ടെ. അല്ല, ചിങ്ങമാസമാണല്ലോ ഇത്. അപ്പൊ ഈ മാസത്തെ വ്യാഴാഴ്ച, അപ്പൊ അങ്ങനെ ഒരു വെറുതെ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എടാ, അത് അങ്ങനെയല്ല. ഞാനൊരു ഇത് കുജനിൽ. ഓക്കെ, സാരല്ല. നമുക്ക് പ്രധാന വാർത്തകളിലേക്ക് വരാം. അപ്പോ ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്? വേറൊരു കാര്യം പറയാൻ പറഞ്ഞേ, ഇന്ന് സെപ്റ്റംബർ 5 എന്നാണ് പറയുന്നത്. ഇന്ന് വേൾഡ് അധ്യാപക ടീച്ചേഴ്സ് ഡേ ആണ്. നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഈ ദിവസം എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാർക്കും നന്ദി. നല്ലൊരു ദിവസമാണ്. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർക്ക് റോസാപ്പൂക്കെ കൊണ്ടുപോകും. നീ കൊടുക്കൂ. ഓ മൈ ഗോഡ്, എഗെയിൻ എന്റെ പ്രായം ചോദ്യത്തിൽ വരുന്നു. ഞങ്ങളൊക്കെ നല്ല പിള്ളേരായതുകൊണ്ട് ഞങ്ങൾ ടീച്ചർമാർക്കൊക്കെ ലെറ്റർ ഒക്കെ കൊടുക്കും. അതൊക്കെ ഒരു പുതിയ ട്രെൻഡ് ആയിരുന്നല്ലോ. അതെ അതെ, ചെറിയ രീതിയിലേ ഉണ്ടായിരുന്നുള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ടീച്ചർമാർക്കും പഠിപ്പിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ ആശംസിക്കുന്നു. എല്ലാ നല്ല ടീച്ചർമാർക്കും എല്ലാ മോശം ടീച്ചർമാർക്കും. പക്ഷെ ടീച്ചർമാരെല്ലാരും നല്ലതാവട്ടെ. അതെ അതെ, നമ്മുടെ നല്ലതിന് വേണ്ടിയായിരിക്കുമല്ലോ ഒരു മോശം രീതിയിൽ നമ്മളോട് ടീച്ചർമാർ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതെ അതെ. അപ്പം എന്തായാലും ടീച്ചർമാരെല്ലാവരും നല്ലതാണെന്നുള്ള ഒരു കൺസെപ്റ്റിൽ നമുക്ക് എല്ലാ ടീച്ചർമാർക്കും ഹാപ്പി ടീച്ചേഴ്സ് ഡേ. പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്? പ്രധാന വാർത്തകൾ ജോസ്വിനെ. ഇന്നും സ്ഥിരമായ നമ്മുടെ പ്രധാന വാർത്ത തന്നെയാണ്. ആരോപണങ്ങളിൽ അടിയൊഴുക്കുകൾ ശക്തം. CPM-നെ പിടിച്ചുകുലുക്കി അൻവറിന്റെ സ്റ്റേറ്റ്മെന്റുകൾ. PV അൻവർ ചാവേറോ എന്നാണ് പല പത്രങ്ങളും പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രീതിയിൽ ആ സെയിം കാര്യത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാർട്ടി ഒതുക്കിയോ, പാർട്ടിയുടെ കോട്ടിലായോ, അൻവർ ഒതുങ്ങിയോ, അൻവർ എലിയായോ? അതെ അതെ, അൻവർ ഒതുങ്ങിയോ എന്നുള്ള തീർച്ചയായിട്ടും. എന്താണെന്ന് അതിനെപ്പറ്റി ചേച്ചി തന്നെ പറ. അതിലിപ്പം പ്രത്യേകിച്ച് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങളിലൂടെയൊക്കെയാണ് PV അൻവർ MLA വന്നത്. അപ്പൊ അദ്ദേഹം വളരെ രൂക്ഷമായി ADGP വിമർശിക്കുന്നു, സുജിത് ദാസിനെ വിമർശിക്കുന്നു, അതേപോലെ തന്നെ സിസ്റ്റത്തിനെ വിമർശിക്കുന്നു, കള്ളക്കടത്ത് മാഫിയുമായി ബന്ധപ്പെട്ട ആളുകളെ ഇതാക്കുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നു. അപ്പൊ എല്ലാവരെയും വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോ നമ്മൾ വിചാരിച്ചു കേരള രാഷ്ട്രീയം ഇപ്പൊ നിന്ന് കത്തുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചൊരു നേരത്തെ നിന്നാണ്. മുഖ്യമന്ത്രി ഭയങ്കര കാര്യമായിട്ട് അതിനോട് പ്രതികരിച്ചത്. അന്ന് ഒരു പോലീസ് അസോസിയേഷന്റെ മീറ്റിംഗിൽ പോയ അന്ന് മുഖ്യമന്ത്രി ഭയങ്കര രോഷാകുലനായതുപോലെ ആളുകൾക്ക് തോന്നുന്ന പോലെ പൊതു മീറ്റിംഗിൽ നിന്നാണ് ADGPക്കെതിരെ ഒരു എന്താ പറയുക, ഒരു അന്വേഷണത്തിന് നടക്കുമെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അത്രയും ഒരു വലിയ കാര്യമായി നിന്നൊരു വിഷയം. അപ്പൊ അതൊരു പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ പാളയത്തിൽ പട എന്നൊക്കെ തന്നെയുള്ള രീതിയിലാണ് ആളുകൾ അതിനെ വിലയിരുത്തിയത്. കാരണം ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ശബ്ദം ഉണ്ടാകുന്നു. പ്രതിപക്ഷം പോലും അറിയുകയോ ചിന്തിക്കുകയോ ചെയ്യാതിരുന്ന ഒരു വിഷയം പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഭരണകക്ഷിയുടെ ഒരാൾ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ, രണ്ട് രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെട്ടു. ഒന്ന്, ഭരണപക്ഷത്തുനിന്ന് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ള രീതിയിലും, പ്രതിപക്ഷം എന്താണ് എവിടെയാണെന്നുള്ള രീതിയിലും ഒക്കെ അത് പല രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെട്ടാണ്. അത്രയും വലിയ കോലാഹലങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്തി നിൽക്കുമ്പോൾ ഉണ്ടായി വന്നിട്ട് മുഖ്യമന്ത്രിയെ കാണുന്നു, അണയുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ഹൈപ്പിന്റെ ഒരു എന്താ പറയാ ഡൗൺഫോൾ ഈ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് കാരണം ഉണ്ടെങ്കിൽ PV അൻവർ MLA പാർട്ടിക്ക് വിധേയനായി എന്നൊരു കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. കാരണം പലപ്പോഴും പാർട്ടിക്ക് അതീതരായിട്ട് പ്രവർത്തിക്കാൻ പലപ്പോഴും സഖാക്കൾക്ക് കഴിയില്ല. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം വിട്ടുമാറി നിൽക്കുന്നു, ഇല്ലെങ്കിൽ അയാൾ ഒതുക്കിയോ എന്നൊക്കെ ഒരു ചോദ്യം വന്നല്ലോ, അതിന്റെ കാരണം എന്താണ്? അല്ല, അതിപ്പോ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് നിശബ്ദനാവുന്നു. പുലി പോലെ വന്ന ഒരാള് പെട്ടെന്ന് എലി പോലെ ആവുന്നതിന്റെ ഒരു ഇതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു. ഈ പുലി പോലെ വന്ന മാധ്യമങ്ങൾ മറ്റും ചോദിച്ചിട്ടുണ്ട്, പുലി പോലെ നിങ്ങളൊരു വലിയൊരു അക്യൂസിഷൻ പറഞ്ഞിട്ട്, ഭയങ്കര വലിയൊരു അക്യൂസിഷൻ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പാർട്ടീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും
കാറ്റുപോയ ബലൂൺ പോലെ ആയാലോ അല്ലെങ്കിൽ എലി പോലെ ആയാലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടല്ലോ, പുലി പോലെ വന്നത് എലി പോലെ പോയെന്ന ഒരു ആക്ഷേപം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എലി അത്ര മോശപ്പെട്ട ഒരു സാധനമല്ല, അത് വീട്ടിലുണ്ടെങ്കിൽ അത് വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതായത് പുള്ളി ഉദ്ദേശിച്ചത് പുള്ളി സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പുള്ളി അതൊരു പ്രശ്നമാക്കും എന്നാണോ അതോ പ്രശ്നക്കാരനാണ് താനെന്നാണോ എന്നത് മനസ്സിലായില്ലല്ലേ. വേറെ സമയം കീഴടങ്ങൂ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റില് പുള്ളി വേറെ പറയുന്നത് ദൈവത്തിനും പാർട്ടിക്കും മുന്നിലെ കീഴടങ്ങും എന്നൊരു പോയിന്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് മുന്നിൽ കീഴടങ്ങി എന്നൊരു ടോണാണോ അതിന്റെ ഒരു എന്നും കൂടെ ചിന്തിക്കണം അല്ലേ? അതെ അതെ, ഒരു തരത്തിൽ പറഞ്ഞ പാർട്ടി കീഴടക്കി എന്നതിന് പുള്ളി ഒന്ന് അതെ ഞാൻ കീഴടങ്ങുവാണെങ്കിൽ എന്ന് പറഞ്ഞ് ഓർപ്പിച്ചതായിരിക്കാം. അതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആടാണോ അല്ലെങ്കിൽ പാർട്ടിയോടാണോ തനിക്ക് വിധേയത്വം എന്നൊരു ചോദ്യത്തിനോട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അദ്ദേഹം വീട്ടിൽ നിന്ന് വന്ന മുഖ്യമന്ത്രിയായ ആളല്ലല്ലോ, പാർട്ടിയാണല്ലോ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത്. അതുകൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും വിധേയത്വമുണ്ട്. എങ്ങനെയുണ്ട്? ഒരു പ്രത്യേകത ഒരു സ്റ്റേറ്റ്മെന്റുകളാണല്ലോ എല്ലാം. വേറൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ട്. ADGPക്കെതിരെ ഉടനെ അന്വേഷണം ഇല്ല. ഇത്ര ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടും അദ്ദേഹത്തിനെതിരെ പ്രത്യേകിച്ചുള്ള വലിയ അന്വേഷണങ്ങളൊന്നും ഉടനെ കാണില്ല, വൈകിയാണെങ്കിലും വരും. അപ്പൊ പിന്നെ എന്തിനായിരുന്നു അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് നടത്തണ്ടേ? ഇത്രയും ആരോപണം നടത്തിയിട്ട് അന്വേഷണം ഇല്ല എന്നൊക്കെ പറയുമ്പോ അപ്പൊ അതിലെന്തോ കള്ളക്കളികൾ. അതിൽ വേറൊരു കാര്യം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അജിത് കുമാർ എന്ന് പറയുന്ന ADGPക്ക് എതിരെ കേസ് അന്വേഷിക്കുന്നതിന് വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരെയാണ്. അപ്പം ഈ അതിനെപ്പറ്റി ചോദിച്ചാൽ ഈ HMന്റെ കേസ് പ്യൂണിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലത്തെ ഒരു കാര്യമാണല്ലോ ഇത്. കാരണം തന്റെ മേലുദ്യോഗസ്ഥരുടെ അപ്പൊ എത്ര തെറ്റ് ചെയ്താലും നമുക്ക് എങ്ങനെ പ്രതികരിക്കും? സിനിമയിലൊക്കെ വേണമെങ്കിൽ കാണാം, നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ ഒരാളെ നോക്കാതെ മുഖ്യമന്ത്രിനെ പോലും നോക്കാതെ പവർഫുൾ ആയിട്ട് വന്ന് കേസ് അന്വേഷിക്കുന്ന സുരേഷ് ഗോപിനെ സിനിമകളിൽ കാണാം. കൂട്ടത്തിലൊരുത്തിനെ തൊട്ടാതിരിക്കുന്നതുമില്ല അതൊക്കെ പറയുന്നത് സിനിമകളിൽ കാണാം, സിനിമയിൽ മാത്രമേ വരുള്ളൂ. അതുള്ള വ്യക്തമായിട്ടുള്ളൊരു അല്ല, ഇതിപ്പോ അന്വേഷിക്കാനുള്ള ആളെ പോലും ഇപ്പൊ ഉടനെ വേണ്ടെന്നാണ് സർക്കാരിന്റെ തീരുമാനം. സർക്കാരിന്റെ അല്ല, പോലീസിന്റെ തലപ്പത്ത് നിൽക്കുന്നവരുടെ തീരുമാനം. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കും. PV അൻവറിന്റെ ആരോപണത്തിൽ നടപടി ഉണ്ടാകുമെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. നടപടി ഉണ്ടാകും. ഇതിന്റെ മഴ പെയ്യുന്ന പോലെ മഴ പെയ്യാനും മഴ പെയ്യാതിരിക്കാനും സാധ്യത പറയുന്ന പോലെ കേസ് ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതകളുണ്ട്. എപ്പോ വേണമെങ്കിലും വരാം. ഇനി വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഇതങ്ങോട്ട് താന്നു പോകുമ്പോ എല്ലാരും മറന്നു പോകുന്നുള്ളൊരു സൈക്കോളജിക്കൽ മൂവ് ആണോ ഇവർ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അന്ന് മുതലുള്ള സാധനമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്തി നിൽക്കുന്നു, മുകേഷിന്റെ രാജി എല്ലാവരും ആവശ്യപ്പെടുന്നു. അപ്പോഴത്തേക്ക് ഭയങ്കര ഒരു കോലാഹലമായിട്ട് കള്ളക്കടത്ത് കേസില് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസിലൊക്കെ ADGPക്ക് ഒരു ഇതുണ്ടെന്നൊരു ഇത്, അതും മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ADGP സർക്കിളിൽ നിൽക്കുന്ന ADGPക്കും P ശശിക്കും ഒക്കെ എതിരെ. അപ്പൊ അത് ഇതൊക്കെ അങ്ങനെ അത് ചിന്ത മാത്രമായിരിക്കും ഒരു പക്ഷേ ഞങ്ങളൊന്നും. പക്ഷെ അത് കറക്റ്റ് ആണ്. കാരണം ഇപ്പൊ ഹേമ കമ്മിറ്റിയും മുകേഷൊക്കെ ഇപ്പൊ ഒന്ന് താന്ന് നിൽക്കുന്നുണ്ട്. അവരുടെ കേസുകളോ അവർക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നു. അതായിരിക്കാം ഇവരുടെ ഉദ്ദേശവും. അത് നടന്നു. അതുകൊണ്ട് ഇനി ഇത് മുക്കിക്കൊണ്ടിരിക്കും. അവർക്ക് താല്പര്യമില്ലല്ലോ. അതെ അതെ, ഒരു MLA സീറ്റാണേ പോണേ. അത് മുകേഷിനോടുള്ള താല്പര്യം അല്ലെന്നും വാദങ്ങളുണ്ട്. കാരണം മുകേഷിനേക്കാളേറെ ആ സീറ്റ് സംരക്ഷിക്കണം. ഇനി ഒരു റീഇലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ജയിക്കാന്നുള്ളത്. കാരണം ഈ കഴിഞ്ഞ ഇലക്ഷൻ ആണെങ്കിലും പിടുത്തല്ല, അതെ 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 അതെ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഒരു ചിന്തകളാണ്. അപ്പൊ കഴിഞ്ഞ തവണയൊക്കെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിനൊക്കെ പുറത്തിറങ്ങുന്ന നേരത്ത് സോളാർ കേസിൽ അദ്ദേഹം ഇടപെട്ടത് അറിഞ്ഞെന്നുള്ളൊരു ചെറിയ ചെറിയ കേസുകൾ അല്ലെങ്കിൽ ലഘുത്വം കുറഞ്ഞ കാര്യങ്ങളിൽ പോലും പ്രതിപക്ഷം വളരെ ശക്തമായി ആഞ്ഞടിച്ചാണ് അദ്ദേഹത്തിന് അന്ന് പുറത്തിറക്കിയത്. പക്ഷെ ഇത്രയും വലിയൊരു അക്യൂസിഷൻ വന്നിട്ട് പോലും 2 എണ്ണമാണ് വന്നത്. മുകേഷിനെതിരെ വന്നിരിക്കുന്നു, ഇപ്പം ADGPക്കെതിരെ വന്നിരിക്കുന്നു. എന്നിട്ട് പോലും പ്രതിപക്ഷം അത്രമാത്രം ശക്തമാണോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യം ഉണ്ട്. പ്രതിപക്ഷം അല്ലെങ്കിൽ പോലും UDF സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് LDF സർക്കാരിന്റെ എടുത്ത നയങ്ങൾ, ഈ ഉമ്മൻചാണ്ടിക്കെതിരെ എടുത്ത നയങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രൂക്ഷമായിരുന്നു. ഒരു സംസ്ഥാനത്ത് വലിയ കലാപം പോലെയാണ് അവര് ഇത് സമരങ്ങളൊക്കെ സൃഷ്ടിച്ചത്. വണ്ടിക്കെതിരെ കല്ലെറിയുന്നു, സമരങ്ങൾ പ്രഖ്യാപിക്കുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെതിരെ കല്ലെറിയുന്നു. അത്രത്തോളം രോഷാകുലരായ ആളുകളാണ് ഇപ്പോൾ സ്വന്തം പാർട്ടിയിൽ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ മൗനം പാലിച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രിനെ രാജിവെക്കാൻ വേണ്ടി അവർ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ നമ്മള് അന്നത്തെ സമയത്ത് ഭയങ്കരമായിരുന്നു. ഇന്ന് സ്വന്തം പാർട്ടിയിലെ ഒരു MLA
ഇങ്ങനെ ഒരു വിഷയത്തില് വന്നപ്പോൾ അവര് മൗനം പാലിക്കുന്നത്. ഇത്ര രോഷാകുലരായില്ലെങ്കിൽ പോലും ഒരു നടപടിയെങ്കിലും എടുക്കുക എന്നുള്ളത്. അല്ല, അവര് പറയുന്നുണ്ട്, പക്ഷെ ഒരു പവർഫുൾ ആയതായിട്ട് നമുക്ക് തോന്നില്ലാത്ത പോലത്തെ ഒരു ഫീല് തരുന്നൊരു. എന്താ മുകേഷിന്റെ അല്ല ഈ പ്രതിപക്ഷത്തിന്റെ നടപടികളെ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടൊന്നും പറയുന്നില്ലാത്ത പോലെ തോന്നുന്നത്. പ്രതിപക്ഷം നമ്മുടെ നാട്ടില് അങ്ങനെ ഒരാൾ കാണിക്കുന്ന തരത്തിലുള്ള അക്രമം തന്നെ മറ്റേ ആളും കാണിച്ചു കഴിഞ്ഞാലുള്ള ഒരു ഭവിഷ്യത്തുകൾ നമ്മൾ ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ഒരാള് സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രതികരണവും ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു പ്രതികരണം രണ്ടാ. മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ല. ഇല്ല, എന്നാലും ഓക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു ആരോപണം, അത് നേരത്തെ വന്നൊരു കാര്യമാണ്. കാരണം ഈ ADGP RSS നേതാക്കളുമായിട്ട് ബന്ധം സ്ഥാപിച്ച് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ, അതായത് നമ്മുടെ നാട്ടില് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ചരട് വലികൾ നടത്തിയെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്നലത്തെ പത്രത്തിൽ ഉണ്ടായിരുന്നു, തൃശ്ശൂർ പൂരം അടക്കമുള്ള. അതെ. അപ്പൊ ആ രീതിയില് ഒരു നമ്മുടെ കരുണാനിധിയുടെ മോന്റെ പേര്, അല്ല കരുണാകരന്റെ മോന്റെ പേരെന്തായിരുന്നു, മുരളീധരൻ സാറും പറഞ്ഞത്. കാരണം അദ്ദേഹമാണ് അവിടെ തോറ്റുപോയത്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതുപോലത്തെ ഒരു വിമർശനം തന്നെ VD സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. RSSമായിട്ടൊരു അവിശുദ്ധ കൂട്ടുകെട്ട് ഇവരുണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് ഹൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തൃശ്ശൂർ പൂരം കലക്കിയതൊക്കെ അതിന്റെ ഭാഗമാണ്. അങ്ങനെ ADGPയും മുഖ്യമന്ത്രിയും ചേർന്നാണ് BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള ഒരു അവസരം ഒരുക്കിയെന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. ആയിരിക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. അതെ, കാരണം സിനിമയിലൊക്കെ നമ്മളിങ്ങനെ കാണുന്ന പോലത്തെ അതിലും എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ വിഷയം എന്താണപ്പോ? നമ്മുടെ സ്ഥിരം ഹേമ കമ്മിറ്റിയുടെ, അതിങ്ങനെ നീ ലഘൂകരിച്ച് കാണല്ലേ അതിനെ? പിന്നെ എന്താ? ഓക്കെ, അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പുതിയ ചില അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പം ഇന്നലത്തെ ഏറ്റവും വലിയ അപ്ഡേറ്റ് അല്ല, ഒരു വിമർശനം ഉണ്ടായി വന്നായിരുന്നു നമ്മുടെ നിവിൻ പോളിക്കെതിരെ. അത് ഒരു മാസം മുമ്പെന്തോ, ഒരു വർഷം കഴിഞ്ഞ നവംബറിലെങ്ങാണ്ടാണ് പീഡിപ്പിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അവര് കേസുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു എന്നൊക്കെ ഒരു പറയുന്നുണ്ട്. ഇതിന് ഹേമ കമ്മിറ്റിക്ക് മുമ്പേ അതൊരു കേസായിരുന്നു എന്നൊക്കെ ഉള്ളത് ഒരു വന്നിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോ അതുമായിട്ട് ഒരു കാര്യമായിട്ട് ഇപ്പം ആ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ള ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഈ സിനിമയിലെ പവർ സ്ട്രക്ചറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ അധികാര കേന്ദ്രങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ള വിനയനാണ്. അപ്പം വിനയൻ സാറിന്റെ സിനിമകൾ, അതായത് അദ്ദേഹത്തുമായിട്ടുണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, മാക്ടയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ അതിന്റെ സ്ഥാനാധിപതിയായിട്ടുണ്ടായിരുന്നപ്പോൾ മുതലുണ്ടായിരുന്ന പല വിഷയങ്ങൾ വെച്ച് അദ്ദേഹത്തെ വളരെ രൂക്ഷമായിട്ട്, അങ്ങനെ എത്രയോ മനോഹരമായിട്ട് സിനിമകൾ എടുത്ത മനുഷ്യനാണ്. പിന്നീട് ആർട്ടിസ്റ്റുകളെ കിട്ടുന്നില്ല, വേണ്ട ടെക്നീഷ്യൻസിനെ കിട്ടുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ആ കരിയറൊക്കെ ഒരു രീതിയിൽ താരാധിപത്യം കൊണ്ട് നശിച്ചു പോയിട്ടുള്ള ഒരാളാണ്. നശിച്ചെന്നല്ല, ഒരു മങ്ങിപ്പോയ ഒരാളാണ്. അപ്പം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അഭിപ്രായ രൂപീകരണത്തിൽ എത്താത്തത് ഒരു വിരോധാഭാസമായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു അഭിപ്രായ രൂപീകരണത്തിൽ ചലച്ചിത്ര മേഖലയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിനോ ഒന്നും എത്താൻ സാധിച്ചിട്ടില്ല. അത് ഒരു ഭയങ്കര കാര്യമായിട്ടാണ് പുള്ളി എടുത്ത് കാണിക്കുന്നത്. ഇവരെ പോലുള്ള കുറെ ആളുകളാണ് ഈ വിഷയം ഇത്രമാത്രം സജീവ ചർച്ചയിലേക്കൊക്കെ എത്തിപ്പിച്ചിട്ടുള്ള ആൾ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു കാര്യം ഒരു വലിയൊരു കാര്യമാണ്. ഈ ഒരു വിഷയത്തിലും ഒരു ഇത്രയും വലിയൊരു കോലാഹലം ഉണ്ടായിട്ട് ഈ വിഷയത്തിൽ ഒരു മാറ്റം വന്നില്ലെങ്കിൽ ആ വേട്ടയാടുന്ന ആളുകൾക്ക് അത് പിന്നെയും ഒരു ഇതായിരിക്കും. കാരണം കേരളം മുഴുവൻ നിന്ന് വിറച്ച് അല്ലെങ്കിൽ കൊടുങ്കാറ്റായിട്ടുള്ള അതുപോലും അവരെ ഏൽക്കുന്നില്ല എന്നുള്ളൊരു സാധനം വരുന്നതിന്റെ ഒരു സാധനമാണത്. അപ്പൊ അതൊരു വിനയന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ മഞ്ജു വാര്യർ WCC ഒക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെ മുൻപിൽ നിന്നിട്ടുള്ള ഒരു ആളാണ്. പിന്നീട് അവര് പക്ഷെ സിനിമയിൽ ഇങ്ങനെ ആ നടി ആക്രമിക്കപ്പെട്ട ദിവസം തന്നെ സിനിമയിൽ ഇത്തരത്തിലൊരു ഇതുണ്ടെന്നുള്ള രീതിയിൽ അതെ ഫസ്റ്റത്തെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് തീർച്ചയായും ഇവരാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഗേളാണ് ഇതിന് തുടക്കം ഇട്ടത്. അത് നമ്മുടെ അതിജീവിതയ്ക്ക് സപ്പോർട്ട് ചെയ്ത തരത്തിലുള്ള ഒരു പോസ്റ്റാണ്. ഞാൻ ഉദ്ദേശിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്
പറ്റിയുള്ള ഒരു ചർച്ചകളിലും പിന്നെ മഞ്ജു വാര്യർ കണ്ടിട്ടില്ല പക്ഷെ പരാതിയുണ്ട്. പക്ഷെ പലരും ആ WCCയെ ചതിച്ച ഇവരാന്ന് പക്ഷെ WCC തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, അത് മഞ്ജു വാര്യർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു തിരക്കുകളുള്ള നടിയാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്. അതെ അതെ. അപ്പം മഞ്ജു വാര്യർ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മലയാള സിനിമ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. സങ്കടം പ്രശ്നം ഉണ്ടെങ്കിൽ കരഞ്ഞു തീർക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ മഞ്ജു വാര്യരുടെ കാര്യത്തില് കരഞ്ഞ് എഴുന്നേറ്റ് വന്ന ആളാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അതെ. അപ്പൊ ഒത്തിരി ഗ്യാപ്പിന് ശേഷമാണ് മഞ്ജു വാര്യർ ഇപ്പൊ വീണ്ടും വന്ന ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആയത്. ഒരുപാട് ലേഡീസ് മലയാളത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കരുത്തുറ്റ ഒരു പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് മഞ്ജു. അതെന്തൊക്കെ പറഞ്ഞാലും മഞ്ജു വാര്യർ ആ കാര്യത്തെ സംബന്ധിച്ചു, കാരണം ഒരുപാട് പേർക്കുണ്ട് ഒരു മോട്ടിവേഷൻ. ഓക്കെ. അപ്പൊ പുള്ളിക്കാരത്ത് പറഞ്ഞത് കാർമേഘങ്ങളെല്ലാം ഒഴിഞ്ഞ് മലയാള സിനിമ വീണ്ടും പഴയതുപോലെ. എന്താണ് ഈ പഴയതുപോലെ അല്ലേ? അപ്പൊ പഴയത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും പഴയത്? പഴയതുപോലെ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടില്ല. അല്ല, പുള്ളിക്കാരത്തി പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞു പഴയതുപോലെ സാധനമാണല്ലോ. പുതിയ രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രി മലയാളത്തിലുണ്ടാവും. അതെ അതെ. അപ്പൊ ഈ ഒരു കാര്യമായിട്ട് ചേർത്ത് തന്നെ നമ്മുടെയൊക്കെ ജാസി ഗിഫ്റ്റ് സാർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? എന്താ ശ്രദ്ധിച്ചേ? ഞാൻ ശ്രദ്ധിച്ചത് വിവാദങ്ങൾ സിനിമാ രംഗത്തെ തകർക്കില്ല. ജാസി ഗിഫ്റ്റ് കറക്റ്റ് കാര്യം. നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു വിവാദങ്ങളും ഒരു മോശം ആളുണ്ടെന്നും. നല്ല സിനിമ മാത്രല്ല എനിക്ക് തോന്നുന്നു, ഇതേപോലെ തന്നെ എന്തുവാ എന്ത് വിവാദം വന്നാലും സിനിമ തിരിച്ചു തന്നെ വരും. സിനിമ ആളുകൾക്കൊക്കെ അതീതമായിട്ടുള്ളൊരു കലയാണ്, മനുഷ്യർക്കും വ്യക്തികൾക്കും എതിരെ. അതെ 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 അതെ. ജോലി ചെയ്യാൻ വരുന്ന അതിൽ ജോലി ചെയ്യാൻ വരുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ഒക്കെ സേഫ് ആയിരിക്കുന്നത് നാളെ സിനിമയുടെ പേര് കുറച്ചും കൂടെ ഉയർത്തുന്ന ഒരു കാര്യം മാത്രമാവത്തുള്ളൂ. അപ്പം നമ്മളൊരു ഇൻഡസ്ട്രി ചരിത്രമാകുന്നതാണ്. അതെ അതെ മാറ്റിക്കുറിക്കാനുള്ള ഒരു എഴുത്ത്. അതെ 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 അതെ. അപ്പം അങ്ങനെയാണ്. പിന്നെ ക്രിമിനൽ സംഭവങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം എന്നുള്ളൊരു കാര്യവും അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ്. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൈബർ ആക്രമണമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ WCC അംഗങ്ങൾക്കൊക്കെ നേരെ ഉണ്ടാവുന്നത്. അത് നമ്മൾ കണ്ടതുമാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് WCCയുടെ ഒരു ആശയമായിട്ട് പാർവതിയോ അല്ലെങ്കിൽ മഞ്ജു വാര്യരോ റിമ്മയൊക്കെ മുമ്പിൽ വരുന്ന ഒരു സമയത്ത്, രമ്യയൊക്കെ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സൈബർ ആക്രമണമാണ് അവർക്കുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ആ സമയത്താണ് മൈ സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ വന്നത്. അപ്പൊ അതിലെന്തോ പാർവതിയുടെ ഉടുപ്പെന്തോ ജസ്റ്റ് അത് നമ്മുടെ നോർമലായിട്ട് വിവാദം. അപ്പം അതൊക്കെ വെച്ച് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ, നമുക്ക് പറയാൻ പോലും പറ്റാത്ത രീതിയിലൊക്കെ ആളുകൾ അതിനെയൊക്കെ വിമർശിക്കാന്നല്ല പറയാ, ആളുകൾ ഇൻസൾട്ട് ചെയ്യുക, സൈബർ ബുള്ളിങ് നടത്താതെ, ആ വാക്ക് തന്നെയാണ് പറയേണ്ടത്, സൈബർ ബുള്ളിങ് നടത്തുക. അതെ അതെ. സ്ലട്ട് ഷെയിം ചെയ്യുക. കാരണം അത്രയും വലിയ ഇവര് എന്ത് പറഞ്ഞാലും അവർ അത്രയും വലിയൊരു എന്താ പറയുക ഇനീഷ്യേറ്റീവാണ് എടുത്തേക്കുന്നത്, അത്രയും വലിയ ആളുകൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര സൈബർ ബുള്ളിങ് ഈ WCC മെമ്പേഴ്സിന് എല്ലാവർക്കും വളരെ അധികം നേരിടേണ്ടി വരുന്നൊരു പ്രശ്നം തന്നെയാണ്. അപ്പം അതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് WCC പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രമാത്രം അവരുടെ മാനസിക നിലയെയും അവരുടെ എന്താ പറയാ നോർമൽ ജീവിതത്തിനെയൊക്കെ ബാധിക്കുന്ന പോലെയാണ്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് അതിന്റെ താഴെ ഒരു മോശം കമന്റ് വന്നാൽ നമ്മൾ അന്ന് മുഴുവൻ മേ ബി അതിനെപ്പറ്റി ചിന്തിക്കും, ഡള്ളായിരിക്കും. അതെ അതെ. ഇപ്പൊ തന്നെ ഒരു വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞാൽ നമ്മൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ചൂണ്ടിക്കാണിക്കണം. നമ്മളത് ഭയങ്കര അയ്യോ നമ്മൾ തെറ്റ് ചെയ്തോ അല്ലെങ്കിൽ നമ്മളെപ്പറ്റി എന്തെങ്കിലും മോശമായിട്ടൊക്കെ അതിന്റെ അടിയിലൊക്കെ നമ്മൾ തന്നെ എന്ത് പാനിക് ആവുന്നുണ്ട്. അപ്പൊ നിരന്തരം ഇങ്ങനെ ഇത്തരത്തിലുള്ള സ്ലട്ട് ഷെയ്മിങ് അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ്, കരിയർ ഇല്ലാതാക്കുന്നു, ആ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാവുന്നു, പബ്ലിക്കിൽ നിന്നൊരു വിരുദ്ധ വികാരമാണെന്നുള്ള രീതിയിൽ ഇവർ തന്നെ പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ ഒരു തരത്തിൽ പറയുമ്പോൾ അതൊരു ഭയങ്കര മോശമായിട്ട് അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് വളരെ നന്നായിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും വലിയ കാര്യം ചില സമയത്ത് ഭയങ്കര ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു നടനെ പറ്റി തന്നെ അദ്ദേഹത്തേക്ക് വെളുപ്പിക്കാനുള്ള വളരെ കാര്യമായിട്ടുള്ള സൈബർ സംസാരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അന്ന് ഇന്നയാള് ചെയ്തത് കണ്ടോ, അത്ര ബ്രില്യൻ്റ് ആയി ചെയ്തു, ഇപ്പൊ അദ്ദേഹം ചെയ്യുന്ന സോഷ്യൽ സർവീസ് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതിനൊക്കെ അടിയിൽ എനിക്കൊന്ന് പെയ്ഡായിട്ട് ഒരാളുകള് അത് ചെയ്ത് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ വന്നൊരു കാര്യമാണ് അത്. എൻ്റെ ജെന്യൂനിറ്റി ഒന്നും എനിക്കറിയില്ല. അപ്പൊ അതിങ്ങനെയാണ് ഒരു കഥ, അതായത് ഒരു കഥ ഇങ്ങനെയാണ്.
നമ്മുടെ രഞ്ജിത്ത് സാറ് ഒരു ചായക്കട ചായ കുടിച്ചിട്ട് പോയപ്പോൾ ഒരു 2000 രൂപയുടെ 6 നോട്ട് എടുത്ത് ആ ചായക്കടക്കാരന് കൊടുത്തു. അന്ന് ആ ചായക്കടക്കാരന്റെ മുഖത്ത് കണ്ട സന്തോഷം മറക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു കുറിപ്പ്. അപ്പൊ ഭയങ്കര ഹൃദയഹാരിയായിട്ട് ആ കുറിപ്പ് തന്നെ എടുത്തിട്ട് അവര് മറ്റേ ഇയാൾക്ക് ഇട്ടേക്കുക, മണിയും പിള്ള രാജുവിനും മറ്റേ അക്യൂസിഷന് വന്നവരില്ല സിദ്ദിഖിനും ഒക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള വെളുപ്പിക്കൽ നടക്കുന്ന സർക്കാസമായിട്ടാണ് പറയുന്നത്. അങ്ങനെ സെയിം സാധനം തന്നെ പലർക്കും ഇട്ട് കണ്ടു. അപ്പൊ അങ്ങനെ അതായത് ഇത് സർക്കാസമായിട്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവരിട്ടതായിരിക്കും. എന്നാൽ പോലും ഇത്തരത്തിലുള്ള വെളുപ്പിക്കലുകൾ നടക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ WCC അംഗങ്ങൾക്ക് മേ ബി ഈ പറയുന്ന പോലെ വലിയ സപ്പോർട്ടൊക്കെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം പലപ്പോഴും ഇവർക്കെതിരെ ഭയങ്കര ബുള്ളിങ് വരുന്നു, അത് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനം വരുന്നു. എന്തായാലും ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള സൈബർ ചൂഷണങ്ങൾ അത് ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ബെനിഫിറ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു എല്ലാവർക്കും. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾക്ക് ഒരു വിചാരം ഈ ഫേക്ക് ഐഡിയുടെ മറവിൽ നിന്ന് എന്തും പറയാനാണ്. അതെ. അപ്പൊ ഇവരൊക്കെ മുന്നോട്ട് വന്ന് അതെ 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 അതെ. അപ്പം അതും നമ്മൾ ഒരു കാര്യമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടും ചർച്ചകൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതാണ് കേരളത്തെ നടക്കാന്നല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ള വാർത്തകളിലെ 2 കാര്യങ്ങൾ. ഒന്ന് PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയം, രണ്ടാമത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സുകൾ. ബാക്കിയുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് ജോസ്ഫിനെ? സൈബർ ആക്രമണം പറഞ്ഞ സമയത്ത് തന്നെ ഒരു കാര്യം കൂടെ പറയണം. ഈ സൈബറിൽ എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പ്രതിയായെന്നുള്ള നടൻ നിവിൻ പോളിക്ക് ഒരുപാട് സപ്പോർട്ടും ഇതേ സമയത്ത് സോഷ്യൽ മീഡിയ നിവിൻ പോളിയുടെ നിരപരാധിത്വം തെളിയണമെന്നും പറഞ്ഞ ഒരുപാട് വേറെ ആർക്കും ഇത്തരത്തില് ആക്രമണങ്ങളാണ് വന്നോണ്ടിരുന്നത്. പോളിക്ക് മാത്രമാണ് ഒരു സപ്പോർട്ട്, ഭയങ്കരമായിട്ട് ജെന്യുവൻ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്ന് നല്ല സപ്പോർട്ടുകൾ. അതെ അതെ അതാണ് ഇതിനകത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. അക്യൂസിഷൻ വരുമ്പോ ചിലപ്പോ ഇൻഡസ്ട്രിയിലുള്ള ആളുകൾക്ക് തന്നെ അറിയാം ഇയാൾക്കെതിരെ വരേണ്ടതാണെന്നൊക്കെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാക്ട് ഉണ്ടായിരിക്കാം. പക്ഷെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിവിൻ പോളി ആ വിഷയത്തിലെടുത്ത സ്റ്റാൻഡാണ് അതിന് വേണ്ടത്. കാരണം അതെ അതെ അദ്ദേഹം അതെ അതെ നമ്മൾ ഇന്നലെ ന്യൂസ് വന്ന അന്ന് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇത് നേരത്തെ ന്യൂസ് ആണെങ്കിൽ പോലും അദ്ദേഹം ഈ രണ്ടാമത് അത് മെയിൻ ആയിട്ട് വന്നപ്പോൾ അദ്ദേഹം അത് എടുത്ത് അപ്പൊ തന്നെ വരെയും ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എവിടെയും തട്ടിത്തടയോ അങ്ങനെയൊന്നുമില്ല, വളരെ കൃത്യതയോടെ തന്നെയാണ്. ഇന്നലെ നമ്മളത് പറഞ്ഞു, കൃത്യതയോടെയാണ് പറഞ്ഞത്. ഒരിക്കലും ആ അല്ലെങ്കിൽ ആ ഇരയെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അങ്ങനെയല്ല പറഞ്ഞത്. നിയമപരമായി ഞാൻ പോകും, എനിക്ക് തെളിയിക്കണം, അല്ല അവര് ചീത്തയാന്ന് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുക, ഇതൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. അപ്പം അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പോസിറ്റീവ് ആണെങ്കിൽ അതങ്ങനെ തന്നെ അതങ്ങനെ വരട്ടെ. സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം എല്ലാവരും എപ്പോഴും അടച്ചാക്ഷേപിക്കുന്നതിന് പകരം അതെ 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 അപ്പൊ മനസ്സിലാക്കി അതിനായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട്. അതെ അതെ അപ്പൊ നിയമ നടപടിക്ക് ഇദ്ദേഹം ഒരുങ്ങിയിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ ചില കേസുകൾ ഇവരുടെ കാര്യത്തിലാണ് പറഞ്ഞത്, മൊത്തത്തിൽ പറഞ്ഞു ചില കേസുകളൊക്കെ ഫേക്ക് ആയിരിക്കാം. അപ്പം ആ ഒരു കാര്യം ഇപ്പൊ ഒരു പക്ഷേ ഇതിന് നോർമലൈസ് ചെയ്യുന്നൊരു ടെൻഡൻസി പിന്നീട് വന്നു പോകും. ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് ഫേക്കാന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഫേക്ക് ആണോ അല്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ പലപ്പോഴും ഇങ്ങനെ ഒത്തിരി വരുമ്പോൾ അത് നോർമലൈസ് ചെയ്ത് പോകുന്ന ഒരു പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പറ്റി തന്നെ പറഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിനയ് ഫോഗട്ട്, അതേപോലെ തന്നെ നമ്മുടെ ഗുസ്തി താരങ്ങളായിട്ടുള്ള അതെ ബജ്രംഗ് പൂനിയ അടക്കമുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ അവർ കോൺഗ്രസിൽ ചേർന്നു എന്നുള്ള ഒരു കാര്യം വളരെ ഒരു പ്രാധാന്യത്തോടെ കാണുന്ന ഒരു കാര്യമാണ്. കാരണം വിനയുടെ ഒക്കെ കാര്യത്തിലാട്ടെ ഗുസ്തി താരങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ ഒരു നീതി നിഷേധത്തിന്റെ വളരെ എന്താ പറയാ വേദനാജനകമായിട്ടുള്ള ഫേസ് കണ്ടവരാണ് ഇന്ത്യക്കാരെ മുഴുവൻ. താരങ്ങള് റോട്ടിൽ വലിച്ചിഴക്കപ്പെടുന്നു, ബജ്രംഗ് ഭൂഷണെതിരെയുള്ള അതെ 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 അപ്പം ഇവര് ഈ കാര്യത്തില് ഇത്തരത്തിൽ മുന്നോട്ട് വരുന്നതും അല്ലെങ്കിൽ ഈ വിഷയങ്ങള് അല്ലെങ്കിൽ കോൺഗ്രസിൽ ചേർന്നത് നല്ലതോ ചീത്തയോന്നല്ല, അപ്പൊ അവർ ആ ടീമിലോട്ട് അല്ലെങ്കിൽ നീതി നിഷേധം അവർക്ക് നടന്ന ഇതിൽ നിന്ന് അവർ ഇതിലോട്ട് വരുന്നു എന്നുള്ളൊരിതും പ്രധാനപ്പെട്ട ചില പത്രങ്ങൾ പ്രധാന വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. മലയാള മനോരമ ചെറുതായിട്ടാണ് കൊടുത്തതെങ്കിൽ ദീപിക വളരെ കാര്യമായിട്ട് അത് കൊടുത്തിട്ടുണ്ട്.
അത് മാത്രമല്ല വിനയ് ഫോഗട്ട് എന്നൊക്കെ പറയുന്നത് ഒരു നല്ല പ്രതിനിധിയും കൂടെയാണ്. പ്രതികരിക്കാനും പെട്ടെന്ന് സഡനായിട്ട് തീരുമാനങ്ങൾ അത് നമ്മൾ കണ്ടതുമാണ്. അന്നൊക്കെ അവരുടെ പോയില്ല, തളർന്നില്ല അദ്ദേഹം. അപ്പോഴും നീതിക്ക് വേണ്ടി പരിശ്രമിച്ചു. അതിന് മാക്സിമം ചെയ്യാൻ പറ്റുന്ന എന്താണോ അതിനുവേണ്ടി പരിശ്രമിച്ച വ്യക്തികളാണ്. അതായത് അതെ ഏറ്റവും വലിയ കാരണം എന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തേക്ക് പോലും ഉണ്ടാകുന്ന വിഷയങ്ങൾ ആ ഒരു ഫെഡറേഷന്റെ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഗുസ്തിയിൽ നടന്ന ബാക്കിയുള്ള ആളുകൾക്കുടെ ഒരു കാര്യത്തിന് കൂടെ വേണ്ടിയിട്ടാണ് കിട്ടിയ മെഡലുകൾ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായത്. അപ്പം അത് മാത്രമല്ല കർഷക സമരങ്ങളോട് ഇവര് ഒരു സ്നേഹം ഒളിമ്പിക്സില് അതെ അങ്ങനെയും പറയുന്നുണ്ട്. ഒളിമ്പിക്സില് ഫൈനലിൽ കയറാൻ പറ്റും കാരണം ഇത്രയും പരിചയമുള്ള അല്ലെങ്കിൽ ഇതുണ്ടായിരുന്ന ആള് ഇതിന്റെ സമയത്ത് ഈ ടീമുകളുടെ രാത്രിയും വരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പിറ്റേ ദിവസം വന്നപ്പോഴത്തേനും അയോഗ്യയാക്കപ്പെട്ടു. ഹരിയാനയിലും ചിലപ്പോൾ ഇവർ രണ്ടുപേരും മത്സരിക്കുകയും ചെയ്യും ജയിക്കട്ടെ. അതെ ഹരിയാനയിലെ വേറൊരു പ്രശ്നം എന്ന് ഹരിയാനയിൽ കടുത്ത തൊഴിലില്ലായ്മയുടെ ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ ഭരണത്തിന്റെ ഒരു പ്രശ്നമായിരിക്കാം തൊഴിലില്ലായ്മ ഉണ്ടെന്നുള്ള രീതിയിലൊരു റിപ്പോർട്ടുകൾ അത് അതിന്റെ ഒരു പ്രശ്നമായിട്ടൊരു വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കാരണം എന്തോ ചെറിയ ഒരു കരാർ അടിസ്ഥാനത്തിലുള്ള തൂപ്പ് ജോലിക്ക് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1.25 ലക്ഷത്തിനടുത്ത ആളുകൾ അപ്ലൈ ചെയ്തേക്കാണ്. ആ അപ്ലൈ ചെയ്തവരിൽ തന്നെ ഏകദേശം ഒരു പകുതിയോളം ആളുകള് ബിരുദധാരികള്, ബിരുദാനന്തര ബിരുദധാരികള്, 1 ലക്ഷത്തിലേറെ പേര് +2 പാസ്സായവരും കൂടിയാണ്. അതായത് തൂപ്പുജോലി ഒരു മോശം ജോലിയായിട്ട് കണ്ടല്ല പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കും. അതെ വിലയിരുത്തുന്നത് മോശമല്ല, അത് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ വിദ്യാഭ്യാസം ഉള്ളവര് നമ്മളൊരു ബിരുദാനന്തര ബിരുദമൊക്കെ 15,000 രൂപയുടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലക്ഷത്തിലധികം ആളുകള് ഈ 1 ലക്ഷമല്ല കറക്റ്റ് കണക്കറിയില്ല, എന്തായാലും 1.5 ലക്ഷത്തിനടുത്ത് അധികം ആളുകള് ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് കുറച്ച് രാജ്യത്തിലെ തൊഴിലില്ലായ്മയുടെ മൂർധന്യാവസ്ഥ തെളിയിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതെ അപ്പം ഹരിയാനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനത് ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളൂ. അപ്പോ അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ബാക്കി പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണ്? ഹരിയാനയുടെ കാര്യം പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നമ്മുടെ വയനാടിന് വേണ്ടി അദ്ദേഹത്തിന് 1 മാസത്തെ ശമ്പളം മുഴുവനും നൽകിയിട്ടുണ്ട്. വയനാട്ടിൽ ഉരുൾപൊട്ട ദുരിതബാധിതർക്ക് ആശ്വാസമാകാൻ 1 മാസത്തെ ശമ്പളം മുഴുവൻ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സംഭാവനയായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് വയനാട് എംപിയുമായ രാഹുൽ ഗാന്ധി. മുൻ എംപി ആണ്, ഇപ്പോഴത്തെ എംപി അല്ലല്ലേ? അതായത് അദ്ദേഹത്തിന്റെ എംപി സ്ഥാനത്തിൽ ഒരു ചർച്ചകൾ നിൽക്കുക, അതായത് 2 സ്ഥലത്ത് നിൽക്കുന്നതുകൊണ്ട് എവിടെയാണ് അടുത്തത് മിക്കവാറും പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി ആയിരിക്കും പറയുന്നത്. പിന്നെ നമ്മള് കുറച്ച് നാളുകളായിട്ട് കാണുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ ആരെങ്കിലും എതിര് പറയുമ്പോൾ ഈ ED ഉപയോഗിച്ച് അവരെ തളയ്ക്കാൻ ഒരു ശ്രമം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്നതാണ്. അതെ, അരവിന്ദ് കേജ്രിവാളിനെതിരെ, അതേപോലെ നമ്മുടെ വിജയ്ക്കെതിരെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ED വരുമെന്ന് ഒരു സമയത്ത് എന്തെങ്കിലും രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് പിറ്റേ ദിവസം വീട്ടിൽ ED വരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പം ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കാര്യങ്ങളില് EDക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് ആരോപിച്ച് 2022 അറസ്റ്റിലായിട്ടുള്ള സരള ഗുപ്ത സമർപ്പിച്ച വിടുതൽ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതി EDക്കെതിരെ ഇപ്പം ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പിടിച്ചെടുത്ത രേഖകൾ പലതും ഈ ആളുകൾക്ക് കൊടുക്കുന്നില്ല. ഇത് എന്താണെന്ന് അറിഞ്ഞാലാണല്ലോ കേസ് വാദിച്ച് ഇവർക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് കൊടുക്കാതിരിക്കുന്നു. അതേപോലെ തന്നെ അതൊരു ഇങ്ങനെ നിർണായകമായിട്ടുള്ള രേഖകൾ വിട്ടുകൊടുക്കാതിരിക്കുന്നത് സാമൂഹിക നീതി വൈകിപ്പിക്കുന്നത് പോലെയും അതേപോലെ തന്നെ അതിനെ നശിപ്പിക്കുന്ന പോലെയുള്ള ഒരു കാര്യമാണ്. അപ്പം അത് കൈമോശം വരുത്തുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ തിരിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള രീതിയിലാണ് ഇപ്പം EDക്ക് ഒരു വിമർശനം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ED കുറച്ചു നാളായിട്ട് ചെത്തിമിന്നി കളിക്കുന്നുണ്ട്. അപ്പം അതൊരു കാര്യമാണ്. അപ്പൊ അതൊരു പ്രധാന വാർത്തയാണ്. അപ്പൊ EDക്ക് ഒരു രൂക്ഷ വിമർശനം നമ്മുടെ
സുപ്രീം കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്കും ഓണക്കിറ്റ് കൊടുക്കാനുള്ള ഒരു കാര്യം നമ്മുടെ ഗവൺമെന്റ് ചെയ്യാൻ പോവാണ്. അതേപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പലപ്പോഴും ലൈഫ് പദ്ധതി നമ്മൾ കേട്ടിട്ടുണ്ട്, വീട് വെച്ച് കൊടുക്കുന്ന ലൈഫ് പദ്ധതി ഒത്തിരി ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതിയാണത്. പക്ഷെ ആ വീട് കിട്ടുന്നവരെ അവരുടെ ഒരു താമസം എന്നൊരു കാര്യം ഒരു ചോദ്യചിഹ്നമാണല്ലോ. അപ്പോൾ അത് പൂർത്തിയാകും വരെ വാടകയ്ക്കുള്ള താമസ സൗകര്യവും ഒരുക്കുന്നതിന്റെ ഒരു കാര്യങ്ങള് നമ്മുടെ സർക്കാർ ചെയ്യാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണെന്ന് തോന്നുന്നു അല്ലെ. നമ്മൾ നേരത്തെ ഒരു സൈബർ അറ്റാക്ക്, സൈബർ ക്രൈം ഒക്കെ പറഞ്ഞു. ഒരു നല്ല വാർത്തയുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ യുവതിയെ അപമാനിച്ചയാൾ പിടിയിലായി. അപ്പൊ നിങ്ങൾക്ക് പിടി വീഴും. അടുപ്പ് സ്ഥാപിക്കാത്തതിന്റെ പേരിലുള്ള വൈരാഗ്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി യുവതിയെ അപമാനിച്ച മധ്യവയസ്കനാണ് പിടിയിലായിരിക്കുന്നത്. 55 വയസ്സുള്ള മധ്യവയസ്കൻ. അത്തരത്തിലുള്ള ആളുകൾ വരെയും ഇതിലുണ്ട്. കുട്ടികളും യുവാക്കളും മാത്രമല്ല, ഇത്തരത്തിലുള്ള പല ആളുകളും ആരാണെങ്കിലും അവരെല്ലാം ക്രിമിനൽസ് ആണ്. അവരൊക്കെ ഇതാണ്, അവരെല്ലാം. അതായത് ഒന്ന് ആലോചിച്ച് നോക്കും, ഒരാളിപ്പോ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു, അവൾ അക്സെപ്റ്റ് ചെയ്തില്ല, പിറ്റേ ദിവസം നമ്മുടെ ഇതാണ് ഈ സൈബർ ബുള്ളിങ്ങിന്റെ ഒരു കാര്യം. അക്സെപ്റ്റ് ചെയ്തില്ല, അതായത് സൗഹൃദം ഉണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ അയാൾ വെറുതെ അതെ 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 അങ്ങനെ ആയിരിക്കും. താല്പര്യം ഇല്ലാത്തോണ്ടാണ് ഇയാൾ ഇത് സീനാക്കിയത്. അടുപ്പം സ്ഥാപിക്കാത്തതിന്റെ വൈരാഗ്യം അത്രേ ഉള്ളൂ. അത്രയൊക്കെ മതി. അതായത് വേറൊരു ഫോട്ടോയും വേറെ ആളുകളുടെ ഫോട്ടോയും ഒരുമിച്ച് നിർത്തി ഒരൊറ്റ ഫോട്ടോ അയക്കുള്ള വ്യാജ ഫോട്ടോകളാണ് മാധ്യമങ്ങളിലൂടെ പരത്തി, അതും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ നമ്പറുകൾ ഉപയോഗിച്ച്. നമ്മളിപ്പോ പുറത്ത് വേറെ ആൾക്കാരുടെ നമ്പറൊക്കെ നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ ആ നമ്പറൊക്കെ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വേറെ ആളുടെ ഫോട്ടോസ് കൊടുത്ത് നമ്മളെല്ലാം സൂക്ഷിക്കണം. വയ്യെന്ന് തോന്നുന്നു ഇവർക്കൊക്കെ, തീരെ വയ്യാത്ത ആൾക്കാരാണ്. വേറെ ഒരു പണിയില്ല. ചിലത് കാണത്തില്ല, ചില നമ്മളിപ്പോ പ്രശ്നം അറിയോ, തൊഴിലില്ലായ്മ തന്നെയാ. വേറെ തൊഴിലില്ലാത്തവന്മാർ ഈ പണിക്ക് പോകുന്നത്. ഇത് ആർക്കെങ്കിലും അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോ ഇത് കൈൻഡ് ഓഫ് ഒരു സന്തോഷാണ്. വൈരാഗ്യം, ബാക്കിയുള്ളവരെ ദ്രോഹിക്കുക, വിഷമിപ്പിക്കുക. അതെ അതെ, എന്താണെങ്കിലും പിടി വീഴും. അത് അതിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മീഡിയയിലൊക്കെ വരുന്നതിന് മുമ്പൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ഇങ്ങനെ കളിയാക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോ ഇടുമ്പോ നമ്മൾ ചിരിക്കും. ഇപ്പൊ നമ്മുടെ ഇതിന്റെ അടിയിൽ വരുമ്പോ നമുക്ക് അയ്യോ നമ്മുടെ സാധനം. അപ്പം അവനവന് വരുമ്പോ അറിയാം എന്നാണ് അതിന്റെ ഒരു കാര്യം എന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഒരു വിനോദസഞ്ചാര മേഖല കുറച്ച് ഒരു ഡൗൺ ആയിട്ടൊക്കെ പോകുന്നൊരു അവസ്ഥയുണ്ട്. കാരണം മേ ബി ഈ പറയുന്ന പോലത്തുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്. പക്ഷെ ആ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള നയങ്ങൾ, പുതിയ നയങ്ങൾ നമ്മളിപ്പോ സ്വീകരിക്കാൻ പോവുകയാണ്. അതെ അതെ, കാരണം ഈ വയനാട്ടിലെ ഈ ഉരുൾപൊട്ടലുണ്ടായതിൽ പിന്നെ, കാരണം വയനാട് ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നല്ലോ, ഒരു ഭയപ്പാടുണ്ട് ടൂറ് വരുന്നതിനെ പറ്റി, അല്ലെങ്കിൽ അതൊരു ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിനൊന്ന് ഫ്ലറിഷ് ചെയ്ത് കൊണ്ടുവരാന്നുള്ള കാര്യം. കാരണം ഇതിനെ ഫ്ലറിഷ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, കാരണം നമ്മുടെ ഏറ്റവും വലിയ വരുമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് വിനോദസഞ്ചാരത്തിലൂടെ കിട്ടുന്ന പൈസ എന്നും. അപ്പം അത് ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള പുതിയ നയങ്ങൾ ഒക്കെയാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം അതിനകത്ത് മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റ് വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് താമസ സൗകര്യം ഒരുക്കും. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, സ്ത്രീകൾക്ക് അവരുടെ സുരക്ഷയ്ക്ക് മുൻഗണന കൊടുക്കും. അതെ അതെ, വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ വരുമ്പോഴേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്കും വിദേശത്ത് വരുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്ട് ആണ് നമ്മളെ പറ്റി പുറത്തു കൊടുക്കുന്നത്. നമ്മളിപ്പം പുറത്തെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മള് വീട്ടിലോ അല്ലെങ്കിൽ ആരോടെങ്കിലും നമ്മൾ പറയുന്നത് എന്താ, ആ സ്ഥലം നല്ലതാണ്, അവിടുത്തെ ആൾക്കാർ നല്ലതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവര് എന്ന് പറയുന്നത് എന്താ, അവിടുത്തെ ആൾക്കാർ ശരിയല്ല. ഒരു വിദേശ വനിതയ്ക്ക് ഇതുപോലെ ഒരു കാർ ഡ്രൈവറിൽ നിന്ന് എന്തോ ഒരു വന്നിട്ടുണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ അത് നമ്മുടെ ഇന്ത്യക്ക് മൊത്തമാണ് അതൊരു ചീത്തപ്പേര് വരുന്നത്. അത് കാരണം ഇന്ത്യയുടെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതേ അല്ല കേട്ടോ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ കണ്ടത്, ഏറ്റവും സ്ത്രീകൾക്ക് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള രാജ്യങ്ങളൊന്നായിട്ടാണ് ഇന്ത്യനെ കണക്കാക്കുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ. അപ്പം ഈ ടൂറിസ്റ്റ്, അതായത് ചിലപ്പോൾ ഇപ്പൊക്കെ ബ്ലോഗിന്റെ ഒക്കെ കാലാണ്. ഒരു ഫോൺ എടുത്ത് അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 പേര് കണ്ടു, 10 പേരുടെ വരവ് കുറഞ്ഞാൽ തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഒക്കെ ഇത് ബാധിക്കും. അപ്പം അതൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഈ നയങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം. കമന്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഹായും സുപ്രഭാതവും ഒക്കെ. അനൂപ് സാറൊക്കെ നമുക്ക്
അനൂപ് എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. അതെ അതെ. വേറെ ഒന്നും കൂടെ ഉണ്ട്. അതിങ്ങനെയാണ്, മാർട്ടിൻ ജേക്കബിന്റെ ആണ്. തൊഴിലില്ലായ്മ രൂക്ഷമാണ് ഇവിടെ. ഇന്ന് റേഷൻ കടയിൽ 10 കിലോ കുത്തരിയും 10 കിലോ ചാക്രിയും ലഭിക്കുന്നതാണ്. എത്രയും വേഗം അടുത്തുള്ള റേഷൻ കടയിൽ വാങ്ങാറുണ്ട്. മാർട്ടിൻ ചേട്ടൻ പറഞ്ഞതാണ്, നമുക്കറിയില്ല കേട്ടോ. എനിക്കറിയത്തില്ല. അപ്പൊ റേഷൻ കടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഓണരുചിയിൽ കള്ളവും ചതിയും അനുവദിക്കില്ല. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സംസ്ഥാനമൊട്ടാകെ സ്പെഷ്യൽ സ്ക്വാഡുകളെ സർക്കാർ നിയന്ത്രിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. അതായത് നമ്മൾക്ക് കിട്ടുന്ന അരികളിലും പച്ചക്കറി അങ്ങനത്തെ ഉള്ള ഓരോ സാധനങ്ങളും എത്രത്തോളം സുരക്ഷിതമാണെന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ എത്തുകയുള്ളെന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മുടെ സർക്കാർ എത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ആദിവാസി കാറ്റഗറികൾ കൊടുത്ത ആളുകൾക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു കിറ്റിനകത്ത് മോശമായിട്ടുള്ള സാധനങ്ങളായിരുന്നു. പഴകിയ എണ്ണ, അത് അതിനകത്തുണ്ടായിരുന്ന കടല കഴിച്ച് മൃഗങ്ങൾ വരെ ചത്തുപോയി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു, അത് ദീപിക മാത്രം എന്തോ റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ കണ്ടോളൂ. അവരെ കിറ്റ് തിരിച്ചു കൊണ്ടുവന്ന് തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. അത്രയും വലിയ വാർത്തയായിരുന്നു. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണിത്. ഹോട്ടലുകൾ, ഭക്ഷണ നിർമ്മാണ വിതരണശാലകൾ, ഓൺലൈൻ ഡെലിവറികൾ, ഹോട്ടൽ തൊഴിലാളികൾ, വഴിയോട് ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ, പഴം പച്ചക്കറി സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ഓണക്കാലത്ത് താൽക്കാലികമായി ആരംഭിക്കുന്ന ചന്തകള്, പായസ നിർമ്മാണ കേന്ദ്രങ്ങൾ, സ്കോഡ് പരിശോധന ഉണ്ടാകും. സ്കോഡ് വന്ന് നിങ്ങളെ എല്ലാം പരിശോധിക്കും. പച്ചക്കറി മാർക്കറ്റ് ഉൾപ്പെടെ ഉള്ളവരും പരിശോധിക്കും. പിന്നെ ഒരു കാര്യം, പച്ചക്കറിക്ക് ഇത്തവണത്തെ ഓണത്തിൽ വില കുറയും കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. നമ്മളാവുന്ന സദ്യ പൊളിക്കും. ഇനി നമുക്ക് മണ്ണർകാട് പള്ളിയില് നാളെയാണ് പ്രശസ്തമായ റാസ. അതൊന്ന് പറഞ്ഞേ, അതെന്താണെന്ന് പറയും. അതായത് പ്രശസ്തമായ റാസ നാളെയാണ്. മുത്തുക്കുടകളും പൊൻവെള്ളി കുരിശുകളും ഏന്തി വിശ്വാസികൾ റാസയിൽ ഭക്തിപൂർവ്വം പങ്കുചേരും. നാളെ 2-ന് പള്ളിമുറ്റത്താണ് റാസ ആരംഭിക്കുന്നത്. കണിയാങ്കുന്ന് കുരിശുപള്ളി ചുറ്റി മണർകാട് കവലയിലുള്ള കുരിശുപള്ളി വഴി കരോട്ടെ പള്ളി കടന്ന് കത്തീഡ്രലിൽ തിരിച്ചെത്തും. വിശുദ്ധ ദൈവമാതാവിന്റെയും ഉണ്ണിയേശുവിന്റെയും ഛായാചിത്രം പൊതുദർശനത്തിനായി തുറക്കുന്ന പ്രസിദ്ധമായ നട തുറക്കല് 7-ന് രാവിലെ 11:30 നടക്കും. മനസ്സിലായില്ലേ? അതായത് കോട്ടയത്തെ വലിയൊരു പള്ളിയാണ്, മാതാവിന്റെ വലിയൊരു പള്ളിയാണ് മണ്ണർകാട് പള്ളി. ഏഷ്യയിലെ തന്നെ ആഗോള മരിയൻ തീർത്ഥാടനമായിട്ട് വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ മണ്ണർകാട് പള്ളി. അവിടുത്തെ പെരുന്നാളാണ് ഈ 5-ാം തീയതി തൊട്ട് 1-ാം തീയതി തൊട്ടുണ്ട്. അപ്പൊ 15-ാം തീയതി വരെ അവിടുത്തെ വലിയ പെരുന്നാളാണ്. അപ്പൊ ഈ പെരുന്നാളിന്റെ ഏറ്റവും സുപ്രധാനമായ ഒന്ന് തന്നെയാണ് ഈ റാസ്. അതായത് ക്രിസ്ത്യൻസിന്റെ ഇടയിലുള്ള ഒരു കുർബാനയുടെയും അവരുടെ ഒരു പ്രതിഷ്ഠണത്തിന്റെ ഒക്കെ ഒരു സിസ്റ്റമാണ് ഈ റാസ എന്ന് നമ്മൾ അറിയുന്നത്. അപ്പൊ ഈ മണർകാട് പള്ളി പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഉള്ള റാസ എന്ന് പറയുന്നത് ആ ഒരു ഏരിയയിലൊക്കെ ഭയങ്കര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ നാളെ തൊട്ട് അത് കാണാൻ വേണ്ടിയൊക്കെ ഒരുപാട് ആളുകളാണ്. നമുക്കൊന്നും അതിന് തൊട്ടടുത്തല്ലേ. അത് 7-ാം തീയതി ഒക്കെ പോയി കഴിഞ്ഞാൽ ചെണ്ട, ബാൻഡ് എല്ലാം കാണും. നല്ല അലങ്കാരം, ദീപാലങ്കാരം, ലൈറ്റ് ഷോസ്. പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ ഒരു ഉത്സവമാണ്. പെരുന്നാളെന്നൊക്കെ പറഞ്ഞ ഉത്സവമാണ്. കൊള്ളാം. കിടിലൻ പരിപാടിയാണ്. വർഷത്തിലൊരിക്കലും മാത്രം നട തുറക്കുന്ന ഒരു മാതാവിന്റെ അതൊരു വർഷത്തില് അവിടെ മാതാവിന്റെ ഒരു തിരുസ്വരൂപമുണ്ട്, ഛായാചിത്രം. അത് ഒരു വർഷത്തിൽ ഒരിക്കലേ തുറക്കൂ. അതായത് 5 ദിവസം തുറക്കുള്ളൂ. വർഷത്തിൽ 5 ദിവസം. അതാണ് ഈ ശനിയാഴ്ച നട തുറക്കുക എന്ന് പറയുന്നത്. അത് ശനിയാഴ്ച നട തുറക്കും. ഓക്കെ, ശനിയാഴ്ച നട തുറക്കും. 5 ദിവസം കാണുള്ളൂ. ആരൊന്നും വിചാരിച്ചില്ല. അതെ അതെ, താങ്ക് യു. അപ്പൊ വേറെ 2 വിഷയങ്ങള്. അതായത് നമ്മൾ പലപ്പോഴും ലൈംഗിക വൈകൃതങ്ങളുടെ ഒക്കെ വളരെയധികം കേസുകൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും സേഫ് ആണെന്ന് വിചാരിക്കുന്ന സൊസൈറ്റി പറയുന്ന ഒരു കാര്യമാണ് കുടുംബം, ഫാമിലിയിലാണ് സ്ത്രീകൾ ഏറ്റവും സേഫ് എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അല്ലെങ്കിൽ ഭർത്താവ് അവളെ സംരക്ഷിക്കും, അല്ലെങ്കിൽ അവളെ സേവ് ചെയ്യുന്നത് അവരാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ വളരെ നമുക്കിവിടെ ഇത് തന്നെയുണ്ട്. പിന്നെ ഭർത്തൃരക്ഷതി എന്താണ്ട് ഒരു സാധനമില്ലേ മനുസ്മൃതിയില്. അല്ല, അതായത് അതെങ്ങനെയാണ്, അതായത് ചെറുപ്പകാലത്ത് അച്ഛൻ സംരക്ഷിക്കും, മറ്റേ വലുതാകുമ്പോ സഹോദരൻ സംരക്ഷിക്കും. ഭർത്തൃരക്ഷതി എന്താണ്ട്, പിന്നെ പുത്രരക്ഷതി വാർദ്ധക്യം, എല്ലാ കാലത്തും രക്ഷിക്കാൻ ഉണ്ടെന്നുള്ള ഒരു സാധനമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത പാരീസിൽ നിന്ന് പുറത്തു വരുന്നതാണ്. സ്വന്തം ഭാര്യയെ മയക്കുമരുന്ന് കൊടുത്ത് കിടത്തി വേറെ ആളുകളെ കൊണ്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനെതിരെ
ഉള്ള വിചാരണ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഭാര്യയ്ക്ക് ഓവർഡോസ് ആയിട്ട് മയക്കുമരുന്ന് കൊടുത്ത് വേറെ ആളുകളെ കൊണ്ട് പീഡിപ്പിക്കും. ഈ സ്ത്രീ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ആള് തന്നെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ജോലി ചെയ്യുമ്പോൾ വേറെ സ്ത്രീകൾ ഡ്രസ്സ് മാറുന്നതിന്റെ അവിടെ ക്യാമറ കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ ആ കേസ് പിടിച്ച് ഇയാളുടെ ഫോൺ നോക്കിയപ്പോഴാണ് സ്വന്തം ഭാര്യയെ തന്നെ ഇയാള് വർഷങ്ങളായിട്ട് മയക്കുമരുന്ന് കൊടുത്ത്. ഇയാൾക്ക് 71 വയസ്സുണ്ടേ. അപ്പം ഇയാള് ഇത്തരത്തില് ഭാര്യ ഈ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ കമ്പ്യൂട്ടർ നോക്കിയപ്പോഴാണ് തന്റെ ഭർത്താവ് ഇത്തരത്തില് ഇവരെ അബ്യൂസ് ചെയ്യുമായിരുന്നു എന്നുള്ളത്. വേറെ ഇതൊക്കെ എങ്ങനെ പറയൂലേ. അപ്പം അപ്പൊ ഈ സ്ത്രീ ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല. 72 പുരുഷന്മാർ 92 തവണയാണ് ഇവരെ പീഡിപ്പിച്ചിട്ടുള്ളത്. 72 പുരുഷന്മാർ 91 തവണ. അതില് 51 പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 26-നും 74-നും ഇടയിൽ പ്രായമുള്ള ആളുകളാണ് ഈ സ്ത്രീയെ പീഡിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ അല്ല, ഇങ്ങനെ അങ്ങനെ തോന്നുന്നു. സ്വന്തം ഭാര്യ ഒന്നില്ലേ ഭാര്യ എന്ന് മനസ്സിലാകല്ലോ, ഒരു പെണ്ണാണെന്നെങ്കിലും മനസ്സിലാക്കി ഒരു മനുഷ്യനോട് പെരുമാറുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ലൈംഗിക വൈകൃതങ്ങളുടെ ഒരു സ്വഭാവമാണ് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചു എന്നതിന്റെ പേരിൽ ഒരു യുവതിയെ വെടിവെച്ച് കൊടുത്തിട്ടുള്ളത് ഇസ്ലാമാബാദിലാണ്. അപ്പം 40-കാരിയായ അധ്യാപികയെ പിതാവിന്റെ കൺമുൻപിലിട്ടാണ് വെടിവെച്ച് കൊന്നത്. ഇതൊക്കെ എന്താ പറയല്ലേ. പാകിസ്ഥാനിലാണ്. ഇപ്പൊ ഓണമൊക്കെ അടുത്ത് വരല്ലേ. അപ്പൊ KSRTC ഒരു ഓഫർ വെച്ചിട്ടുണ്ട്. എന്താ ഓഫർ? എന്താണ്, ഓണം വരുന്നോണ്ട് അടിച്ചു പൊളിക്കാനായിട്ട് നമുക്ക് ട്രിപ്പ് പോകാലോ. നമുക്ക് ട്രിപ്പ് പോകാൻ എല്ലാവർക്കും ഇഷ്ടല്ലേ. അപ്പൊ നമുക്ക് ട്രിപ്പ് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ നേരെ KSRTC വിളിച്ചാൽ മതി. KSRTC കുറെ സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് പോകുന്നുണ്ട്. നമ്മളെ കൊണ്ട് അത് പോകുന്ന സ്ഥലങ്ങള് സി അഷ്ടമുടി, ചതുരംഗപ്പാറ, മാമലക്കണ്ടം, മൂന്നാറ്, മലക്കപ്പാറ, പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം, ആറന്മുള വള്ള സദ്യ, രാമക്കൽമേട്, കപ്പൽ യാത്ര, മറയൂർ കാന്തല ട്രിപ്പുകൾ എന്നിവയാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഓണക്കാലത്ത് കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്ര നടത്താനാണ് ജില്ലയിലെ KSRTC ബഡ്ജറ്റ് ടൂറിസം സെൽ അവസരം ഒരുക്കിയിരിക്കുന്നത്. 7 ഡിപ്പോകളിൽ നിന്ന് 2.5 വർഷം കൊണ്ട് മലയാളികളുടെ ഇടയിൽ ബഡ്ജറ്റ് ടൂറിസം ഇരിപ്പിടം നേടിയെടുത്തതാണ്. വിവിധ ഡിപ്പോകളിൽ നിന്നും സെപ്റ്റംബർ മാസത്തില് വിവിധ സ്ഥലങ്ങളിലേക്കാണ് ട്രിപ്പ്. കായലും വെള്ളച്ചാട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും മൊട്ടക്കുന്നുകളും നിറഞ്ഞ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ട്രിപ്പാണ് ഇവര് ക്രമീകരിച്ചിരിക്കുന്നത്. ഓണങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞപ്പോ ചേച്ചി പച്ചക്കറിയുടെ വില കൂടിയും കുറയ്ക്കും എന്ന് പറഞ്ഞില്ലേ. അതേസമയം വേറൊരു ന്യൂസ് ഉണ്ട്. സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടി സപ്ലൈകോ. വില കൂട്ടിയത് മട്ടയരി, തോരപ്പരിപ്പ്, പഞ്ചസാര എന്നിവയ്ക്ക്. വർധനവ് ഓണച്ചന്തകൾ തുടങ്ങാനിരിക്കുകയാണ്. പഞ്ചസാര സപ്ലൈകോയിൽ അങ്ങനെ വരാറില്ലല്ലോ. സപ്ലൈകോയിൽ പഞ്ചസാര ഉണ്ട്. നമുക്ക് റേഷൻ കാർഡിൽ പൈസ കിട്ടും. പൈസയുടെ വില വർധന ഉണ്ട്. പഞ്ചസാര ഉണ്ട്. വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം കിട്ടും. അല്ല, സാധാരണ സപ്ലൈകോയിൽ ചെന്നാല് പഞ്ചസാര ഇല്ല, അത് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. കാരണം സപ്ലൈകോ പലപ്പോഴും കാലിയായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പഞ്ചസാര ഇല്ല. പിന്നെ എന്തിനാണ് വില? പിന്നെ എന്തിനാണ് സാർ നിങ്ങൾ സബ്സിഡിയിൽ സാധനം തരുന്നതെന്നാണ്. എന്താണെങ്കിലും അതേപോലെ ഓണത്തിന് ആ സമയത്ത് എന്താണെങ്കിലും വിലയും കൂട്ടിയിട്ടുണ്ട്. പച്ചക്കറിക്ക് വില പറഞ്ഞിട്ടുണ്ട്. എല്ലാം ടാലിയെ. അപ്പൊ പിന്നെ അതേപോലെ തന്നെ വേറെ പുറത്തു വരുന്ന ഒരു കാര്യമാണ്, പല ആളുകളും ഫോണൊക്കെ നോക്കിയിരിക്കുമ്പോ അച്ഛനൊക്കെ തലക്കിട്ട് ഒന്ന് കിട്ടിയിട്ട് ഇങ്ങനെ പറയും ഫോൺ നോക്കിയത് ക്യാൻസർ വരും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. കണ്ണടിച്ചു. പക്ഷെ ജസ്റ്റ് തലവേദന അല്ലെ, ഒരു വയറുവേദന വന്ന അമ്മ അങ്ങനെ പറയും. അപ്പം WHO ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഫോണിന്റെ ഉപയോഗം കൊണ്ട് ക്യാൻസർ വർദ്ധിക്കുമെന്ന് പറയുന്ന കാര്യം ശുദ്ധ മണ്ടത്തരമാണ്, തെറ്റാണെന്നാണ്. അല്ല, അങ്ങനെ പറയുന്നത് ലോജിക്ക് എന്താ? ഫോൺ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ആളുകള് അത് പണ്ട് നമ്മള് പറയില്ല, ഇതിങ്ങനെ നോക്കുമ്പോ അൾട്രാവയലറ്റ് രശ്മി വരും, അത് റേഡിയേഷൻ വരും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ല? അത് പിന്നെ ചില ആളുകളുണ്ട്, നമ്മള് റേഡിയേഷൻ നടക്കുന്നിടത്തൊരു ചെടി വെക്കൂ, ആ ചെടി കരിഞ്ഞു പോകും, നമ്മുടെ അങ്ങനത്തെ രീതിയിൽ വന്നിട്ടുണ്ട്. കേട്ടിട്ടില്ല? ഓക്കെ, എന്താ സോറി അളിയാ, ഞാൻ കേട്ടിട്ടുണ്ട്. ഉത്തരം നൽകിയിട്ടുണ്ട്. ഇനി ആരും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പനിക്കും തലവേദനയ്ക്കും ഫോൺ നോക്കാതെ ഇത് നമ്മുടെ വിജയം. അതെ അതെ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഇതാണ്. സമയം ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അതെ. അപ്പം
പിന്നെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് ഓണമായപ്പോ യാത്രക്കാർക്ക് ഒരു വലിയ തിരിച്ചടി തന്നിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേ. അതായത് ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് നിർത്തലാക്കിയിട്ടുണ്ട്. താങ്ക് യു. അതെന്തുവാ കാര്യം? എന്തുവാ കാര്യം? സ്വകാര്യ ബസ്സുകളുടെ കൊള്ള നിരക്കിൽ യാത്രക്കാർക്ക് ആശ്വാസമായിരുന്നായിരുന്നു നമ്മുടെ ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് സർവീസ്. അത് 1 മാസത്തിനകം അവസാനിപ്പിച്ചാണ് ഇപ്പൊ റെയിൽവേ തീരുമാനമെടുത്തിരിക്കുന്നത്. സർവീസ് നടത്താതെ 5 മാസം വെറുതെ ഇട്ടിരുന്നതിന് ശേഷം ജൂലൈ 25-നാണ് സ്പെഷ്യലായിട്ട് ഓടിച്ചു തുടങ്ങിയത്. ആഗസ്റ്റ് 26-ന് നിർത്തി. ജൂലൈ 25-ന് തുടങ്ങി ആഗസ്റ്റ് 26 ആയപ്പോഴത്തേനും നിർത്തി. ഏറെ തിരക്കുള്ള ഈ ഓണക്കാലത്ത് ഇത് നമ്മുടെ യാത്രക്കാർക്ക്, അതായത് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വരേണ്ടതാണ്. അപ്പൊ അല്ല, നമുക്കൊരു ആശ്വാസമായിരുന്നു. ബസ്സിലാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് കൂടുതലായിരിക്കും, 1000-2000 ഒക്കെയാണ് ബസ്സിൽ. ഇതപ്പോ വരാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം റെയിൽവേ നമുക്ക് അതുപോലെ നല്ലൊരു പണി തന്നിട്ടുണ്ട്. താങ്ക് യു. അതെന്താണെന്നറിയോ, ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ അഴിമതികളിൽ 1ാം സ്ഥാനം റെയിൽവേ ആണുള്ളത്. മറ്റേ ഇതിൽ പറഞ്ഞു ഇവിടെ നശിച്ചു പോകാൻ ഒന്നുമില്ല, ഇത് കൂടെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളെങ്കിലും യാത്രക്കാരുടെ ആ ഒരു ഇത് മാനസികാവസ്ഥയെങ്കിലും മനസ്സിലാക്കിയെടുത്ത ഒരു പെരുമാറണമായിരുന്നു. അല്ലേ തന്നെ ട്രെയിൻ വളരെ കുറവാണ്. അതിന്റെ ഇടയ്ക്ക് സ്പെഷ്യൽ ട്രെയിനും കൂടെ നിർത്തിയപ്പോ നല്ല കളിയായി. കൊള്ളാം, നന്നായി പെരുമാറുന്നുണ്ട് ജനങ്ങളോട്, നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, അതിപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലാണ് കാണുന്നത്, കൂറുമാറുന്ന എംഎൽഎമാർ. അതായത് ഒരു പാർട്ടിയിൽ നിന്ന് ജയിക്കുക, എന്നിട്ട് പിറ്റേ ദിവസം അപ്പുറത്തോട്ട് പോകുക എന്ന് മാത്രമല്ല, പലപ്പോഴും കാണുന്നതാണ് ഒരു റിസോർട്ടിലൊക്കെ ഇവരെല്ലാം കൊണ്ടുവന്നാക്കി പിറ്റേ ദിവസം മുതൽ അവർ കോൺഗ്രസ് ചേരുന്ന BJP ചേരുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നതാണ്. ഇനി അങ്ങനെ കൂറുമാറുന്ന MLA-മാർക്ക് പെൻഷൻ കൊടുക്കില്ല എന്നുള്ള ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ് ഹിമാചൽ പ്രദേശ്. അതെ അതെ അതെ. ഇനി കൂറുമാറുന്നവർക്ക് അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അനുസരിച്ച് അയോഗ്യരാക്കപ്പെട്ടവർക്ക് പെൻഷൻ അർഹത ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനുള്ള ബില്ല് സുഖ്ബീർ സിംഗ് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് കൂറുമാറുന്നവർക്ക് പിന്നെ ആ മാറിയ ഏത് പാർട്ടിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ആ പാർട്ടി ആയിരിക്കില്ലേ പെൻഷൻ കൊടുക്കുന്നത്? ഐ മീൻ പെൻഷൻ സർക്കാർ കൊടുക്കുന്നല്ലേ? അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിലും പറഞ്ഞു, പ്രശ്നം തീർന്നില്ല. ചേച്ചിക്ക് അറിയത്തില്ല. അല്ല, എന്റെ അറിവില് പാർട്ടി അല്ല പെൻഷൻ കൊടുക്കുക, ഒരു പാർട്ടി അല്ല പെൻഷൻ കൊടുക്കുന്നത്. അപ്പൊ അതൊരു കാര്യമാണ്. പിന്നെ നമ്മൾ കണ്ടൊരു കാര്യമാണ് ഈ തെലങ്കാനയിൽ ആസിഫാബാദിൽ വർഗീയ ഒരു കലാപം വന്നത്. താനത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്തോ കുട്ടി എന്തോ ടീസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ബാർബർ ഷോപ്പിൽ ഒരാള് ഒരു കുട്ടീനെ, ഹിന്ദു പെൺകുട്ടിയെ കലയിക്കുന്ന പേരില് മുസ്ലിങ്ങളുടെ ആകെ സർവമാന കടകളും അടിച്ചു പൊളിച്ചു. അതാണ് സംഭവിച്ചത്. അതായത് അവസരം നോക്കിയിരിക്കുന്ന പോലെ ഇവരോരോന്ന് കാണിച്ചു കൂട്ടുന്നു. എന്നിട്ട് ആ കളിയാക്കിയ ആളെ ഒളിവിപ്പോയി. അയാളെ കിട്ടാത്തതിന്റെ പേരിലാണ് അവിടെയുള്ള എല്ലാ മുസ്ലിംസുകളുടെ കടകളും മൊത്തത്തോടെ അടിച്ചു തകർത്തത്. മുസ്ലിങ്ങളുടെ കട ഹിന്ദുക്കൾ അടിച്ചു തകർത്തു. ഹിന്ദുക്കൾ എന്ന് പറയുന്നില്ല, ഹിന്ദു തീവ്രവാദികൾ എന്നാണ് പത്രങ്ങളിൽ രേഖപ്പെടുത്തുന്നത്. അതെ, അങ്ങനെ തന്നെ പറയണം. അതെ 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 അതെ. അതെ, ഇതിലെന്താ വലിയ കാരണം അറിയാം, പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോ പോലീസുകാർക്ക് കലാപം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. പോലീസുകാരോട് നോക്കി നിൽക്കുവായിരുന്നാ, പോലീസിന്റെ നേതൃത്വത്തോടെയാണ് ഈ കടകളൊക്കെ അടിച്ചു തകർത്തതെന്നാണ് അവിടുത്തെ വ്യാപാരികൾ പറയുന്നത്. തെറ്റ് ചെയ്യാതെ ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ആകെയുള്ള വരുമാന മാർഗം തടഞ്ഞതെന്നാണ്. അത് മാത്രല്ല, ഇപ്പൊ തെറ്റ് ചെയ്തു എന്ന് തന്നെ ഇരിക്കുക, ഒരാളുടെ പ്രോപ്പർട്ടികൾ നശിപ്പിക്കാനുള്ള റൈറ്റ്സ് ഒക്കെ എങ്ങനെ ഒരാൾക്ക് വരുന്നത്? അയാൾ നിയമപരമായിട്ട് നേരിടാം. പിന്നെ നിയമം എന്താണ് സാർ? നിയമം ഇതിനെതിരൊക്കെയാണ് നിയമം. അപ്പൊ അത് നിയമത്തിന്റെ ഒരു ബൈലോ ഫോളോ ചെയ്യാന്നുള്ളതാണ്. ഈ കലാപത്തിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെയാണ് ഒരു നോക്കട്ടെ ഞാൻ. ഇന്നലെ നമ്മള് പശുക്കടത്ത് ആരോപിച്ചു എന്നൊരു ന്യൂസ് ഉണ്ടല്ലോ, ഒരു പയ്യനെ കൊന്നതെന്നുള്ളത്. അവൻ മുസ്ലിം ആണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് അവനെ കൊന്നതെന്ന് ഒരു റിപ്പോർട്ടുണ്ട്. അവൻ ഹിന്ദു ആണെന്ന് അറിഞ്ഞില്ല, മുസ്ലിം ആണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവനെ കൊന്നതെന്ന്. വയ്യ ഇവനൊക്കെ, വയ്യാന്ന് തോന്നുന്നു. അപ്പൊ എന്ത് സേഫ്റ്റിയാണ് ഒരു കാറ്റഗറി ഓഫ് പീപ്പിളിന് നമ്മുടെ നാട്ടിലുള്ളത്? ന്യൂനപക്ഷ വിഭാഗങ്ങൾ അടിച്ചമർത്തുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഭരണം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ അടക്കം ഉണ്ടെന്നുള്ളതാണ്. അവന്റെ അച്ഛൻ അതിനായിട്ട് പ്രതികരണമായിട്ട് വന്നത്, ഞങ്ങള് വേറൊരു ഇത് ആയിരുന്നെങ്കിൽ ഇവർക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാമെന്നൊക്കെ. മനസ്സിലായോ? അവൻ ഒരു ഹിന്ദു ഏതെങ്കിലും ഉൾപ്പെട്ട ആളായിരുന്നുവെങ്കിൽ അവൻ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നേരിടേണ്ടി വരില്ല എന്ന് എനിക്കറിയാമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അവന്റെ മരണത്തോടനുബന്ധിച്ച്.
അതായത് മുസ്ലിം ആണെന്നുള്ളൊരു തോട്ട് വന്നോണ്ട് മാത്രം എന്ത് ചെയ്യാന്നുള്ളൊരു ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന ധാർഷ്ട്യാണോ അറിയില്ല. എവിടെയാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. അതേപോലെ തന്നെ അദാനിക്ക് കെനിയയിലൊരു എന്താ പറയുക ഒരു വിരുദ്ധ വികാരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിലൊരു അങ്ങനത്തെ റിപ്പോർട്ടുകളുണ്ട്. കാരണം അദാനി ഗ്രൂപ്പ് കെനിയയിലെ നെയ്റോബിയിലെ വിമാനത്താവളം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നം അവിടെ നേരിടുന്നുണ്ട്. അതൊരു ഇന്ത്യ വിരുദ്ധ വികാരമായി വളരുമോ എന്നൊരു ഭയം ഉണ്ട്. അതൊരു കാര്യമാണ്. അതേപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടികൾ ഉണ്ടായിരുന്നു. ടിറ്റ്സ് എന്ന് പറയുന്നത്, അതായത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ പ്രതിഷേധത്തിൽ ആണ്. അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. മാത്രമല്ല കുറച്ച് ദിവസങ്ങളായി കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്നൊരു കാര്യമാണ് കങ്കണ റണൌട്ടിന്റെ പുതിയ സിനിമയായിട്ടുള്ള എമർജൻസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ആ സിനിമ എന്താ പറയാ, അതിന് സെൻസർഷിപ്പ് കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. കങ്കണയെ പറ്റിയുള്ള സംശയങ്ങളുണ്ടായിരുന്നു. കങ്കണയുടെ വായി എന്ന് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് സിനിമയ്ക്കെതിരെ വളരെ ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു അതിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ സിനിമ പുറത്തു വരുന്നതിൽ സെൻസർ ബോർഡ് ഒത്തിരി കാര്യത്തിൽ അത് നിർത്തണം എന്നൊന്നും പറയാനുള്ള അധികാരം ഇല്ല എന്നാണ് ഇപ്പം ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇനി സിനിമ വരുമായിരിക്കും. യുക്രൈനിൽ യുദ്ധമാണെന്ന് അറിയാം. വിദേശകാര്യമന്ത്രി രാജിവെച്ചു. യുക്രൈനിലെ പ്രശ്നം ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി രാജിവെച്ച പോലെ തന്നെ യുക്രൈൻ വിദേശകാര്യമന്ത്രി രാജിവെച്ചിട്ടുണ്ട്. യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ രാജിവെച്ചു. സർക്കാർ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായാണ് കുലേബയുടെ നടപടി. ഉക്രൈനില് അദ്ദേഹം മാത്രമല്ല 7 മന്ത്രിമാരും കൂടെ രാജിവെച്ചിട്ടുണ്ട്. രാജിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ചെയർമാൻ പി തോമസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് PV അൻവർ MLA നടത്തിയ വെളിപ്പെടുത്തലും നൽകിയ പരാതികളും മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്നതിനാൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് PC തോമസ് പറയുന്നത്. അതായത് ADGP അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും മുഖ്യമന്ത്രിയുടെ അജ്ഞാനുവർത്തികളെന്ന് തെളിഞ്ഞതിനാൽ രാജി അനിവാര്യമാണെന്ന് തോമസ് പറയുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. കുറച്ച് നാളായിട്ട് കേൾക്കാത്തൊരു സാധനമായിരുന്നു മുഖ്യമന്ത്രി രാജിവെക്കണം. അപ്പൊ അത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മൾ പറയുന്നതാണ്, ഹൈദരാബാദിലും അല്ലെങ്കിൽ ആന്ധ്രയിലും തെലുങ്കാനയിലും കനത്ത മഴയാണെന്ന്. പ്രളയം ഇപ്പോൾ തുടരുക തന്നെയാണ്. ഗോദാവരി കര കവിഞ്ഞ് ഒഴുകുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അതൊരു പ്രധാന വാർത്തയാണ്. അതേപോലെ തന്നെ ആസാമിൽ ഈ ഓൺലൈൻ വഴി, അതായത് നമ്മൾ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പണം ഇരട്ടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള എന്താ പറയാ തട്ടിപ്പുകൾ. ഈ ഒഞ്ചിയം, അതേപോലെ തന്നെ പണ്ട് മാഞ്ചി ആടിന് കൊടുക്കുന്നൊരു ആടിന്റെ വഴി ഇങ്ങനെ പണം തട്ടിപ്പിക്കുന്നത്, അത് ജഗദീഷിന്റെ കുറച്ച് ടോട്ടൽ ഫോർ യു തട്ടിപ്പ്. അപ്പൊ നമ്മൾ നമ്മൾ മണി ചെയ്ത് ഇങ്ങനെ കുറെ കാലങ്ങളായിട്ട് ഇത്തരം തട്ടിപ്പ് പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കാർ ഇതിൽ നിന്നൊന്നും പഠിക്കുന്നില്ല എന്നതിന്റെ തെളിവായിട്ട് ആസാമിൽ 22,000 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. ആലോചിച്ച് നോക്കിയേ, പണം 2,000 കോടി രൂപ. അതെ, ബ്ലാക്ക് മണി എന്ന് പറയാൻ പറ്റില്ല, മണി ഒറിജിനലാണ്, പക്ഷെ ഇത് സമ്പാദിക്കുന്ന രീതി കുറച്ച് ഇതാണ്. അപ്പൊ കുറഞ്ഞ കാലയളവിൽ കൂടുതൽ പണം സമ്പാദിക്കാമെന്ന് ആര് പറഞ്ഞാലും എന്റെ പൊന്നുമക്കളെ കേക്കല്ലേ. അങ്ങനെ ആർക്കാണ് അതെ കഷ്ടപ്പെട്ട ബുദ്ധിപരമായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കോ. അപ്പൊ ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ ആർക്കും നമുക്ക് കൊള്ള ലാഭം ഉണ്ടാക്കി തന്നോണ്ട് ആർക്കാ ഗുണം, അവർക്ക് ആ ലാഭം കൊടുത്താൽ പോരെ. അപ്പൊ അത്രയെങ്കിലും ചേരണം, നല്ല രസമായിരിക്കും. അപ്പം അതെ, ഇനി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂരിലേക്ക് പോയിട്ടുണ്ട്. ബ്രൂണൈ ചെന്നൈ, അതായത് ബ്രൂണൈ സന്ദർശനം പൂർത്തിയാക്കി സിംഗപ്പൂരിൽ എത്തി. കൂടുതൽ നിക്ഷേപത്തിനും തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കാൻ ഉഭയകക്ഷി ചർച്ചകൾ നടക്കും. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് ഇന്ന് പാർലമെന്റ് ഹൗസിലാണ് മോദിക്ക് വരവേൽപ്പ്. 10 മണി ആവാറായില്ലേ, പോവാറായില്ലേ? ആയോ? സ്പോർട്സിൽ ഇപ്രാവശ്യം പാരാലിമ്പിക്സ് തന്നെയാണ് നമ്മുടെ ഇപ്പോഴും. പാരാലിമ്പിക്സ്
പറയുന്ന മെയിൻ ആള് നില്ലെന്നൊക്കെ. വെള്ളം കുടിക്കും. ഓക്കെ, എന്താണെങ്കിലും മെഡൽ വേട്ടയിൽ ഇന്ത്യ സർവകാല റെക്കോർഡിലാണ് ഇപ്രാവശ്യം. പാരാലിമ്പിക്സിൽ നമ്മൾ ഇതുവരെ നേടാത്ത അത്രത്തോളം മെഡലുകൾ, സ്വർണം വെള്ളിയും വെങ്കലവും നേടി നേടി. ബോളിവുഡിലേക്ക് പോകുന്നു എന്നൊരു ന്യൂസ് വന്നു. സ്പോർട്സ് ന്യൂസ് തന്നെ പറഞ്ഞില്ലല്ലോ, നീയല്ലേ പറഞ്ഞ, ഏതായാലും വെറുതെ പറഞ്ഞോളാം. അല്ല, സ്പോർട്സിന്റെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയല്ല, നമ്മുടെ മലയാളിയാണല്ലോ. ഓ അങ്ങനെ. ആവേശം സൃഷ്ടിക്കാൻ ഫഹദ് ഫാസിൽ ബോളിവുഡിലേക്ക്. തമിഴ് തെലുങ്ക് ചിത്രത്തിന്റെ പുതിയ റൊമാൻറ്റിക് ചിത്രത്തിലാണ് അടുത്ത വർഷം ചിത്രീകരണം. നമ്മുടെ ഗുഡ്വിൽ പ്രൊഡക്ഷൻ റിലീസാണ്. പോയി കാണണം. എന്റർടൈൻമെന്റ് പോയി കാണുന്നുണ്ട്. പക്ഷെ സമയപരിമിതി അപ്പോ ഇന്നും പന്ത്രണ്ടാം തീയതി ഇല്ല. അതെ. പുതിയ പ്രധാനപ്പെട്ട